സയൻറ്റിഫിക്കലി ബയോളജിക്കലി 2 ജെൻഡറേ ഉള്ളൂ. പിന്നെയുള്ളത് അനോമലീസ് ആണ്. വല്ലാത്തൊരു ലോകമാണ്. ഇത്രയും നെഗറ്റിവിറ്റി മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൻ്റെ സാധനം, സംഭവം, മഴവില്ല ഈ സാധനം ഒന്നും ആക്ച്വലി ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഞാൻ റെപ്റ്റൈലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മനുഷ്യരുണ്ട് ലോകത്ത്. നാച്ചുറലായിട്ട് ഉണ്ടായി വരുന്ന ഡ്രാമയും സാധനങ്ങളും ഒക്കെയാണ് ഒരു യഥാർത്ഥ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിരുന്ന ഷോ പോലെയുള്ള ഷോകൾ ആക്ച്വലി അത്രയും ജെന്യൂനായിട്ട് പിന്നെ വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടാക്കുകയും ഞാൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷന് വിധേയമാവുകയും ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണ്. ആളുകൾ പറ്റിക്കപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു രസം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തമാശക്കകത്ത് ഒരു തരത്തിലും അപ്രൂവ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം ലോറൽ ആൻഡ് ഹാർഡിക്കകത്ത് ലോറൽ ആൻഡ് ഹാർഡി ഒരു തടിയനും ഒരു മെലിഞ്ഞ ആള്. ചാർലി ചാപ്ലിൻ കാണിച്ചിട്ടുള്ളത് ബോഡി ഷേമിങ് അല്ലേ? എനിക്കെതിരെ വരുന്ന സാധനം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഐ ഡോണ്ട് ഗിവ് എ ഡാം. ഒരു എയ്ഡ്സ് രോഗിയുടെ രക്തം ആപ്പിൾ ജ്യൂസ് കുടിക്കല്ലേ. റിയാലിറ്റി ഷോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ റിയാലിറ്റി എന്നുള്ള സമർപ്പിക്കണം. അതിനകത്ത് ബോഡി സമർപ്പിച്ചു കഴിഞ്ഞ് തീരുമാനമായിട്ടേ വെളി വരുവുള്ളൂ. ഡെഡ് ഓർ അലൈവ്. ഒരു സുഖലോലിപനാണ് തീർച്ചയായും. എനിക്കിപ്പം 2 മക്കളുണ്ട്. അപ്പം ആസ് എ പാരന്റ് അതിൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ പാരന്റായി, 2 കുട്ടികളുടെ അച്ഛനായി. 40 കഴിഞ്ഞു. ഇല്ല, 23. അല്ല, റെക്കോർഡിങ്ങിൽ 40 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ ധൈര്യമുള്ള ഒരു സാബു ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. പിന്നെ റിയാലിറ്റി ഷോകളുടെ തുടക്കകാലം മുതൽ 2000 തൊട്ട് തന്നെ ഇങ്ങോട്ടേക്കുണ്ട്. എന്താണ് റിയാലിറ്റി ഷോയിൽ സാബുമോൻ കാണുന്ന ഒരു പരിണാമം? മലയാളത്തിൽ ആക്ച്വലി റിയാലിറ്റി ഷോസ് ഭയങ്കര കുറവാണ്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റിനെ നമ്മളുടെ ചാനലുകൾ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അതിൽ അവർ കുറച്ച് ഫിക്ഷനും ഡ്രാമയും എല്ലാം കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ഒറിജിനൽ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഷോസ് മാത്രമേ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആക്ച്വലി വന്നിട്ടുള്ളൂ. പ്രോഗ്രാമുകളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്നറിയോ, ഈ റിയാലിറ്റി ഷോസിനകത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ചെയ്യുന്നവർക്ക് റിയാലിറ്റി ഷോയുടെ ആക്ച്വൽ കോൺസെപ്റ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പ്രൊഡക്ഷൻ സൈഡിൽ ഇവരതിനകത്ത് കുറേ ഡ്രാമ പർപ്പസ്ഫുള്ളി കുത്തി നിറയ്ക്കും. റിയാലിറ്റി ഷോ മീൻസ് ഭയങ്കര റോ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് ഉണ്ടായി വരുന്ന ഡ്രാമയും സാധനങ്ങളും ഒക്കെയാണ് ഒരു യഥാർത്ഥ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. നമ്മളുടെ നടക്കുന്ന ഒരുവിധപ്പെട്ട റിയാലിറ്റി ഷോസ് എല്ലാം പിന്നെ നമ്മൾ റിയാലിറ്റി എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ റീഷൂട്ട് ചെയ്ത് വീണ്ടും ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഷോകളാണ്. ഇപ്പം റിയാലിറ്റി ഷോകളുടെ തന്നെ ഇപ്പോൾ തരികിട പോലൊരു ഷോ, അതിൻ്റെ പല വിധത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിപ്ലിക്ക. ഞാൻ ചെയ്തിരുന്ന ഷോ പോലെയുള്ള പിന്നെ ഷോകൾ ആക്ച്വലി അത്രയും ജെന്യൂനായിട്ട് പിന്നെ വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പം കാണുന്ന ഇപ്പോൾ യൂട്യൂബിൽ ഉൾപ്പെടെ അങ്ങനത്തെ പ്രാങ്ക് ഷോകൾ കാണുന്നത്, നമുക്ക് പ്രാങ്ക് ഷോ കാണുമ്പം പ്രാങ്ക് ഷോസിനകത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം മനുഷ്യരുടെ നാച്ചുറൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് നാടകീയത വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ അപൂർവം സമയങ്ങളിലൊക്കെ ചിലത് കാണാറുണ്ട് ഒറിജിനൽ റിയാക്ഷൻസും സാധനമൊക്കെ. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ നിരന്തരമായ ഇൻ്റർവ്യൂകളിൽ ഞാൻ പിന്നെ എന്നോട് ചോദിക്കപ്പെടുകയും തിരിച്ച് പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് തമാശ എന്ന് പറയുന്നതിൻ്റെ പരിധി എവിടം വരെയാണ് എന്നുള്ളത്. ഈ പ്രാങ്ക് ഷോകളുടെ കാര്യം, ഈ ആളെ പറ്റിക്കുന്ന പരിപാടി എന്ന് മലയാളത്തിൽ പറയും. ആളുകൾ പറ്റിക്കപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു രസം എന്നുള്ള അതിൽ തമാശയുടെ ലെവൽ എവിടം വരെ കൊണ്ടുപോകാം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ്. തരികിടയുടെ ഒരു എപ്പിസോഡ് എടുത്ത് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു കുട്ടികൾ ടൂറ് പോകാൻ വരും. ഞാനത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടാക്കുകയും ഞാൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷന് വിധേയമാവുകയും ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണ്. അതെ, ഒരു കുട്ടിയിൽ മോഷണകുറ്റം ആരോപിക്കുന്നു, എല്ലാവരും. പക്ഷെ അങ്ങനെയുള്ളത് കാണാൻ തന്നെയല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടം? ആ രീതിയിലൂടെ ഒരു കണ്ടന്റ് പ്രൊഡ്യൂസർ ചിന്തിക്കണ്ടേ? ബഹുജനം പലവിധം എന്ന് പറയും. ആക്ച്വലി അങ്ങനെ കാണാനാണോ ജനം ഉദ്ദേശിക്കുന്നത് എന്ന് ഇത്
പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്, ഇത് സംവിധാനം ചെയ്യുന്ന ആള് തീരുമാനിക്കണം. കാരണം അയാളുടെ മാനസിക നില അനുസരിച്ചായിരിക്കും അത് പോകുന്നത്. മനസ്സിലായി? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർ അങ്ങനെ വയലൻസും ഇതുമൊക്കെ കാണുന്നതിലാണോ രസം എന്നുള്ളത്. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അവർ കാണുക, അവർ നമുക്ക് ടോൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം സാധാരണ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എപ്പിസോഡ് എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹംഗറിയിൽ ഒരു യുവാവിന് 4 സ്ത്രീകളെ വരെ വിവാഹം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫാക്ട് എടുത്ത് പറയുന്നു. അപ്പുറത്ത് ശ്വേതാമേനോനുണ്ട്, അവരും ഒരു കൗണ്ടർ പാർട്ട് അതുപോലെ മറ്റൊരു ഫാക്ട് എടുത്ത് പറയുന്നു. 99 വയസ്സുള്ള ഒരു വൃദ്ധൻ 96 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള വൃദ്ധയെ ഡിവോഴ്സ് ചെയ്തു. 70 വർഷം മുമ്പ് അവർക്ക് ലഭിച്ചൊരു പ്രണയലേഖനത്തെ ചൊല്ലി എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ഫാക്റ്റുകൾ എടുത്തു വെച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഫാക്റ്റ് പറയുമ്പോൾ, ഇപ്പോൾ പണ്ടൊക്കെ ഒരു വാട്സപ്പ് ഫോർവേഡ് മെസ്സേജസിൽ നിന്നുണ്ടായിരുന്ന ഒരു തമാശ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരു എയ്ഡ്സ് രോഗിയുടെ രക്തം ആപ്പിൾ ജ്യൂസ് കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മരിച്ചു പോകും, അല്ലെങ്കിൽ ഇന്ന ഇടിവെട്ട് പാസ് ചെയ്യുമെന്ന് നാസ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ വീട്ടിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ ചെയ്തിരുന്ന ഒരു ഡ്രാമ ഉണ്ടല്ലോ, അതാണ് സാബുമോനിൽ ഇപ്പൊ കാണുന്നത്. അതെ, നമ്മളൊരു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പല സാധനങ്ങളും പറയും. മോസ്റ്റ്ലി ആ ഒരു എലിമെന്റിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ കുറെ ഫാക്ട്സ് പറയും, കാരണം ഇതിനെ ന്യായീകരിക്കാൻ. എന്നിട്ട് ഞാൻ പക്ഷെ അവസാനം പറയും, ആ സാധനം തെറ്റായിരുന്നു പക്ഷെ ബാക്കി പറഞ്ഞൊക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് പറയും. അപ്പൊ അതില് കണക്ട് ചെയ്ത് എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഞാൻ എടുത്ത് വേദറും. അല്ല, ഇത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ഈ പ്രൊഡ്യൂസർ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഓദർ സപ്പോർട്ട് എത്രമാത്രം ഉണ്ട്? അവിടെ നിന്ന് കൂടെ ഫാക്ട് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഫുൾ കയ്യിൽ നിന്നുള്ളതാണോ? അതങ്ങനെ വരും. അല്ല, ഇപ്പോൾ ഐസ്ലൻഡിലെ ഗവൺമെന്റ് ഇങ്ങനെ സ്വാഗതം ചെയ്യാണ് യുവാക്കളെ, അവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഈ പറഞ്ഞ. അല്ല, അത് പിന്നെ ഈ അതിനകത്ത് എനിക്ക് തോന്നുന്നു റൈക്കവിക് യൂണിവേഴ്സിറ്റിയുടെ എന്തോ ഒരു സാധനമാണ്, അത് ഒട്ടും കണക്റ്റഡ് അല്ലാത്ത സാധനം. പക്ഷെ ആ സമയത്ത് അവിടെ നിന്നിരുന്നത് ക്രിസ്സാണ്. അപ്പൊ ക്രിസ് എൻ്റെ പഴയ സുഹൃത്താണ്. അങ്ങനത്തെ ഷോസ് ഒക്കെ ചെയ്തിരുന്ന പക്ഷേ. അപ്പോൾ ക്രിസ് ഇഷ്ടംപോലെ വായിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഞങ്ങളൊരു ദിവസം സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു സാധനം പറഞ്ഞ് അണ്ണ അങ്ങനല്ല, ഈ അണ്ണാന്ന് വിളിക്കുന്നത് പ്രായത്തിൻ്റെ ഇതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു ഭാഷാ പ്രയോഗത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ പറഞ്ഞ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസ്, എനിക്കിപ്പോഴും അത് പറയാൻ അറിഞ്ഞൂടെ. അപ്പോൾ ഞാനിത് ഈ ക്വസ്റ്റ്യൻ ഇതിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് പൊളിയും. ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നു, ഇത് പൊളിയേ എന്ന് പ്രൊഡ്യൂസറോട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രൊനൗൺസിയേഷനും സാധനമൊക്കെ ഈ ക്രിസിന് അറിയാം. റിയാലിറ്റി ഷോനകത്ത് ഒരു ഇടയ്ക്ക് സാബ് പ്രൊഡക്ഷൻസ് ഒരു ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അന്ന് കൊടുത്തിരുന്ന ഒരു അഭിമുഖത്തിൽ, ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോഴും നമ്മുടെ ടെലിവിഷൻസ് ഏറ്റവും പുതിയ കൺസെപ്റ്റിനെ ഉൾക്കൊള്ളാൻ മാത്രം എക്യുപ്ഡ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജപ്പാനിലൊരു ക്വിസ് ഷോ ഉണ്ട്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഐസ് ലെവൽസിൽ ഓരോരോ കണ്ടസ്റ്റുകളെ നിർത്തുകയും ഉത്തരം പറയുന്നതനുസരിച്ച് ഐസ് ലെവൽ കുറഞ്ഞു വരികയും ചെയ്യും. ടെലിവിഷൻ്റെ ഷോസിൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് ഈ റിയാലിറ്റി ഷോസിലേക്ക് എത്തുന്നതിന് മുമ്പ് ടെലിവിഷൻ ഷോസ്, സോപ്പ് ഓപ്പറാസ് എന്ന് പറയുന്നത്, അത് നമ്മൾ വിളിക്കുന്ന നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ആണ് ഈ സോപ്പ് ഓപ്പറ എന്ന് പറയുന്നത്. വെസ്റ്റേൺ കൺട്രീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരൊരു 70-80 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സോപ്പ് ഓപ്പറാസിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്ത് വേറെ ലെവലിലേക്ക് അവരുടെ ടെലിവിഷൻ പോയി. പക്ഷെ നമുക്ക് പക്ഷെ അത് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ്. അതൊരു മാറ്റർ ഇതൊക്കെയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റും സംഭവമൊക്കെയാണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷാ മാധ്യമം വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ തോതൊക്കെ വ്യത്യാസമാണ്. പക്ഷെ അവരെക്കാളിലും ഒരു 10 മടങ്ങ് അപ്പുറത്താണ് ഈ ജാപ്പനീസ് ഷോകൾ, ടെലിവിഷൻ ഷോകൾ. അപ്പം ഇത് പറയുമ്പോഴേ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഏഷ്യാനെറ്റൊരു ഷോയ്ക്ക് വിളിച്ചു. അപ്പോൾ അത് സീരിയൽ താരങ്ങളെ അണിനിരത്തി മറ്റേ ആപ്പിൾ എടുക്കുമോ ഓറഞ്ച് എടുക്കുമോ, ഓറഞ്ച് എത്ര നേരം കൊണ്ട് കഴിക്കാം എന്നൊക്കെ പറയുന്നൊരു സാധനം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാബുവിനൊരു സെഗ്മെൻറ്റ് തരാം, സാബു അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളുമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. അതായത് സെലിബ്രിറ്റീസ് കിഡ്സുമായിട്ട് മത്സരിക്കും. അപ്പം ഒരു ടീച്ചർ കാണും, ആ ടീച്ചർ തെറ്റുന്ന ആൾക്ക് അടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അടി ഒറിജിനലായിരിക്കും,
അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ, പക്ഷെ അത് കോമഡി ഷോ ആണ്, അതെ, മറ്റേ ചാട്ടവാറിന് അടിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ആ പരിപാടിയില്ല. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചോണ്ട് പൊക്കോണം എന്ന് പറഞ്ഞു. ഒറ്റ ഷെഡ്യൂളിൽ ഒരു ദിവസമേ ഷൂട്ട് ചെയ്യുള്ളൂ. മൊത്തം എണ്ണം കരഞ്ഞ് നിലവിളിച്ച് ഈ പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ആ സെഗ്മെന്റ് ക്യാൻസൽ ആയിപ്പോയി. ഇറ്റ്സ് ലോങ് ബാക്ക് ആക്ച്വലി, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഇന്റർവ്യൂ വരുമ്പോൾ അവർ പറയും ഈ ദുഷ്ടമാവാവ് ഞങ്ങൾ അടിച്ചാണ് എന്ന് പറയും. എന്നറിയാമോ, ഇപ്പം റിയാലിറ്റി ഷോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പം നമ്മൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി അതിന് സമർപ്പിക്കണം, മനസ്സിലായോ? അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അഭിനയിക്കാനാണെങ്കിൽ പിന്നെ ആക്ടേഴ്സിനെ വെച്ച് അഭിനയിച്ച് ഫിക്ഷനായിട്ട് ചെയ്താൽ പോരെ. റിയാലിറ്റി ഷോ എന്ന് അതിനെ വിളിക്കരുത്, തീർച്ചയായും. മനസ്സിലായി? ഇപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് പറയും. അതിനകത്ത് ബോഡി സമർപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് തീരുമാനമായിട്ട് വെളി വരുവുള്ളൂ. ഡെഡ് ഓർ അലൈവ്. നമ്മളീ കാണുന്ന ഈ കോമഡി ഷോ, റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്നതിലെല്ലാം ഇറ്റ്സ് നോട്ട് റിയാലിറ്റി ആക്ച്വലി. തെറ്റിക്കും, റീഷൂട്ട് ചെയ്യും. അവിടെയാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോ ചെയ്തിരുന്നു. ആ ഷോയ്ക്കകത്ത് നമ്മൾ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഷോയുടെ ഡിസൈനിങ് ടൈമിൽ ഇത്ര ടൈമേ കൊടുക്കുകയുള്ളൂ, അത്രയും ടൈമിനകത്ത് ഈ തമാശ പറഞ്ഞ് തീർക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വരെയും മലയാള ടെലിവിഷനിൽ സ്കിറ്റ് എന്ന് പറയുന്നത് 20-22 മിനിറ്റാണ്. അതെ, 22 മിനിറ്റിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തമാശ ഫോമാവും. ഞാനതിന് സ്കിറ്റ് എന്ന് പറയില്ല, അത് ഡ്രാമയായിരുന്നു, നാടകമാണ്, ഹാസ്യ നാടകം ആയിരുന്നു. ഹാസ്യ നാടകത്തിൻ്റെ അവിടെയായിട്ട് തമാശകൾ വരുന്നു. അപ്പോൾ നമ്മുടെ ബേസിക് കോൺസെപ്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തത് എന്ന് പറയുന്നത് ഇതിനെ വലിച്ചടിപ്പിക്കുക എന്നുള്ളതാണ്. പരമാവധി 4 മിനിറ്റ്. ഈ 4 മിനിറ്റ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക. കാരണം നല്ല തമാശകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് കളയെന്ന് പറയുന്ന ആ കലാകാരനോട് ചെയ്യുന്ന ക്രൂരതയായതുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് റിലാക്സ് ആവും. പക്ഷെ ചെയ്യുന്ന ഒരൊറ്റ അടിക്ക് ചെയ്തോണം. അതെ, മനസ്സിലായോ? അതിന്റെ സമ്മാനത്തുകയും വലുതാണ്. കാരണം ഇത്രയും അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ 22 മിനിറ്റ് ഹാസ്യ നാടകത്തിനകത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം കൂടെ 4 മിനിറ്റിനകത്ത് വരും. ഒന്ന്, നമ്മളുടെ ഈ കാഴ്ചകളുടെ സംസ്കാരം മാറി, കാഴ്ചശീലം മാറി. ഇപ്പം ഡോപ്പമിൻ ട്രിഗറാക്കുന്ന റീൽസും സാധനവും ഒക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് 22 മിനിറ്റ് മനുഷ്യരിരുന്ന് കാണില്ല. മനുഷ്യർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ടെലിവിഷൻ തുടങ്ങുന്ന സമയത്ത് ജനിച്ച കുട്ടികൾക്ക് ഇപ്പം 24 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. അവർക്ക് ഈവൻ ഞാൻ ചെയ്തിരുന്ന ഷോസ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അവർക്കൊപ്പം നമുക്ക് പോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ എന്താ പറയുന്നത്, ഈ കാഴ്ചകളുടെ രീതി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ചെറിയ സമയമില്ല ആളുകൾക്ക്. ഇത് കണ്ടിരുന്ന് ഒരു തമാശ വരുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ വലിച്ചടുപ്പിച്ചു. ഇറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കേരള ടെലിവിഷനകത്തുള്ള ബാക്കി ചാനലുകളെല്ലാം അത് ഫോളോ ചെയ്യേണ്ടി വന്നു. ആ ഫോർമാറ്റിലേക്ക് തിരിഞ്ഞു വന്നു. കാരണം അതിനുശേഷം പിന്നെ ഈ 22 മിനിറ്റ് ചെയ്തവരെല്ലാം പരാജയപ്പെട്ടു. കാര്യം നമ്മൾ ട്രാക്കിനെ മാറ്റി വിട്ടു കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ആണ് ചെയ്തത്. പണ്ടൊരു പ്രമുഖ ചാനൽ ഓഗ്മെന്റഡ് റിയാലിറ്റി അവതരിപ്പിച്ചതുപോലെ. ഈ ടെലിവിഷനകത്ത് നമ്മൾ പിന്നെ വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുകയൊന്നുമില്ല. കാര്യം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോടെയൊക്കെ വിഷയങ്ങളുണ്ടായിരിക്കും. ഇവരൊന്നും പറയത്തില്ല, അങ്ങോട്ട് അവരങ്ങനെ ഇപ്പം എടുക്കണ്ട ക്രെഡിറ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ഇത് നമ്മളുടെ കാഴ്ചയുടെ രീതികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. ഇനി 22 മിനിറ്റുള്ള സ്കിറ്റ് കൊണ്ടുവന്നാൽ മലയാള ടെലിവിഷനകത്ത് ഓടത്തേ ഇല്ല. 4 to 6 ആണ്, അത് ഫിക്സായി. കാരണം ആൾക്ക് സമയമില്ല. ജോലിയുടെ ഇടയിൽ ഇങ്ങനെ എടുത്ത്, കാരണം മോസ്റ്റ്ലി ഓഡിയൻസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. കാര്യം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ കയ്യിലാണ് ഇപ്പോൾ TV ഇരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് നോക്കാൻ പറ്റും. 22 മിനിറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മറ്റേ നോട്ടീസ് വരും,
എന്ന് റിസൈൻ ചെയ്യും, പിരിച്ചു വിടണോ അതോ സ്വന്തമായിട്ട് രാജിവെക്കുമോ എന്നുള്ള നമ്മൾ അതും കൂടെ ആലോചിക്കണം. അല്ല, ആ സ്പെസിഫിക് ഷോ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാമായിരുന്നു മനസ്സിൽ? തമാശയുടെ സ്വഭാവം മാറി ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കൗണ്ടർ ആവണം എന്നായിരുന്നോ? ഇപ്പോൾ നിലവിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മുതലായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു ആ ഷോ ഡിസൈൻ? ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തമാശക്കകത്ത് ഒരു തരത്തിലും അപ്രൂവ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. റിയാലിറ്റി ഷോയിലും സിനിമയിലും ഒന്നിലും. ഓക്കെ. അല്ല, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സാധനം കുറേ വിട്ടുകൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു, ശ്രുതി എന്ന് പറഞ്ഞിട്ട്. ശ്രുതി അത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊക്കെ പാളിപ്പോകും, കാരണം നമ്മളുടെ ജഡ്ജ്മെൻ്റ് ഒന്നും എപ്പോഴും എല്ലാ സമയത്തും എല്ലാ മനുഷ്യരും ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യില്ലല്ലോ. കാരണം അപ്പോൾ പിന്നെ മനുഷ്യനും പിന്നെ റോബോട്ടും തമ്മിൽ വ്യത്യാസമില്ലാതെ വരും, അവർ തന്നെ. പക്ഷെ ഞാൻ ഈ തമാശകൾക്കകത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാന്താര എന്നുള്ള സിനിമ സംഭവം കണ്ടതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഒരു സ്ത്രീയുടെ പല്ലും ഒരു പോത്തിൻ്റെ രൂപവും വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ചിരി ഉണ്ടാക്കിയ ഒരു തമാശയുണ്ട്. അത് മഞ്ജു പത്രോസിനെ പോലുള്ള ചില നടിമാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊരു ബോഡി ഷേമിങ് തമാശയാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു കലാരൂപത്തിൽ പരിണാമം വന്നിട്ടുള്ള നമ്മൾ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള സമൂഹത്തിൽ പ്ലേസ് ചെയ്യാൻ? നമ്മൾ ഫിക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്നുള്ളതാണ്. ഫിക്ഷനെയും ഈ തമാശകളെയും ഒക്കെ. തമാശ എന്ന് പറയുന്നത് നമ്മൾ ഒരാളിരിക്കുമ്പോൾ അയാളെ അവമതിക്കുന്ന തരത്തിൽ ഒരു സംഭവം പറയുമ്പോഴാണ് അവിടെ വേദന എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പാരലൽ വേൾഡിൽ വലിയ വിഷയങ്ങളായിട്ടുള്ള സംഭവമാണ്. ഈ മനുഷ്യരെല്ലാം അവരുടെ തമാശ പറയലും സാധനവും ഒക്കെ എന്ന് പറയുന്നത് അവരുടെ പശ്ചാത്തലങ്ങളിൽ നിന്നിട്ടുള്ള തമാശകളാണ്, മനസ്സിലായത്. അല്ലാതെ ഈ ഉപരിവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര പിന്നെ സോഷ്യലി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ചോദിക്കും, ആ ബാക്കിയുള്ളവരും കൂടെ റിഫോംഡ് ആക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതല്ലേ എന്നുള്ളത്, ഉത്തരവാദിത്വമല്ലേ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമാശകളുടെ ചരിത്രം എടുത്തു നോക്കണം. ഇപ്പം ലോറൽ ആൻഡ് ഹാർഡിക്കകത്ത് ലോറൽ ആൻഡ് ഹാർഡി ഒരു തടിയനും ഒരു മെലിഞ്ഞാളും. ചാർലി ചാപ്ലിൻ കാണിച്ചിട്ടുള്ളത് ബോഡി ഷേമിങ് അല്ലേ? നമ്മളുടെ തമാശകളെല്ലാം ഇത്തരത്തിലുള്ള തമാശകൾ തന്നെയാണ് മനുഷ്യനകത്ത്. ഇപ്പോൾ ഒരു കള്ളൂടിയൻ കഥാപാത്രം, ഈ കള്ളൂടിയൻ കഥാപാത്രം ഒരു സാധനം ചെയ്തിട്ട് തെന്നി അടിച്ച് ഓടയിൽ വീഴുന്നു. അപ്പം അയാളുടെ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവർ ചിരിക്കുന്നു. ഇങ്ങനെ സാധനം കള്ളുടിക്കുന്നവരെല്ലാം കൂടെ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹാസ്യം എന്ന് പറയുന്നതൊരു സംവിധാനമേ നടക്കില്ല. ഇനി നമ്മളുടെ ക്ലാസിക് കലാരൂപങ്ങൾ നോക്കുക. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ എന്താ ചെയ്തിട്ടുള്ളത്? കുഞ്ചൻ നമ്പ്യാർ ഓട്ടം തുള്ളിനകത്ത് ചെയ്തുള്ളൂ. ഇപ്പം ചാക്യാർ എന്താ ചെയ്യുന്നത്? ചാക്യാർ ഇരിക്കുന്ന ആളിനെ കളിയാക്കലാണ്. അവിടെ ഒരു തടിയൻ ഇരിക്കണു, ഇങ്ങനെ കുമ്പയും വെച്ച് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നോ ദാറ്റ്സ് ബോഡി ഷേമിങ്, കറക്റ്റ് നമ്പർ, നോക്കടാ നീ എന്നെ മറിയെ കിടക്കുന്നു, മാറി കിടക്കടാ ഷട എന്നൊക്കെ പറയുന്ന അല്ലെ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബോഡി ഷേമിങ് ആണ്. കാരണം നമ്മളിപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന വേറെ ലെവലിലേക്ക് പോയേ. അത് പറയാൻ വേണ്ടിയുള്ള ഉപരിവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയെ മുഴുവൻ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളാകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മനുഷ്യരിങ്ങനെ വന്ന് നിന്നിട്ട് വാദിക്കുകയാണ്. ഇതിലെ കഷ്ടകാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പാരലൽ വേൾഡിനകത്ത് ഇവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഈ അപ്പർ ഹാൻഡ് വെച്ചിട്ട് ഇവർ ഒരാളെ അങ്ങ് ബ്രാൻഡ് ചെയ്ത് കളയും പെട്ടെന്ന്, മനസ്സിലായോ? ആ ബ്രാൻഡിങ്ങിനകത്ത് പിന്നെ ആ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ പാനിക്കായി പോകും. ഓക്കെ, ഞാൻ അത്തരത്തിലുള്ള ബോഡി ഷേമിങ് സാധനം, റിലീജിയൻ, ഈ സാധനം ഒന്നും എടുക്കില്ല. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലാംഗ്വേജിനകത്ത് ആളുകളെ കളിയാക്കി ഇരട്ടപ്പേരിടും. തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഇരട്ടപ്പേരിടും. ഇപ്പം നമ്മുടെ കൂട്ടത്തിനകത്ത് കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
മാറിയിരിക്കുന്ന ആളുകൾ മലയാളത്തിനകത്ത് കോങ്കണ്ണൻ എന്ന് പറയും. ഈ കോങ്കണ്ണൻ എന്ന് തിരുവനന്തപുരത്ത് പറയത്തില്ല, ചുക്കറക്കണ്ണൻ എന്ന് പറയും. എന്നിട്ട് ആ കണ്ണുള്ളവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ചുക്കറൻ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവന് ഭയങ്കര വിഷമമാണെന്ന്. നമ്മൾ അവനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ നമ്മളെ വിളിക്കുകയാണ്, ഹലോ അണ്ണാ സുനിൽ, സുനിലടാ അണ്ണാ ചൊക്കറൻ. ഹി ഐഡൻറ്റിഫൈ ഹിംസെൽഫ്. കാര്യം നമ്മൾ ഈ പറഞ്ഞ ഈ ബോഡി ഷേമിങ് സാധനം തന്നെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് വരണമെന്നുള്ളതാണ്. മനസ്സിലായേ? അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അല്ല നമ്മൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സ്ഥിരമായിട്ട് പറയുന്ന സാധനമാണ്. ഞാനങ്ങനെ കാഴ്ചയിൽ ഭയങ്കര ആകാര സൗകുമാരി എന്നുള്ളൊരു ആളൊന്നുമല്ല. എന്നെ കാണാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായേ? പെണ്ണുമ്പിള്ള കേൾക്കരുത്. പെണ്ണുമ്പിള്ള പറയും ഭയങ്കര സുന്ദരനെന്ന് പറയും. പെണ്ണുമ്പിള്ളേ പറയുള്ളൂ, നാട്ടുകാർ പറയൂല. മനസ്സിലായേ? ജാതീയമായും മതപരമായും എൻ്റെ കോലം വെച്ചും ഒക്കെ ഒരുപാട് സാധനം കേട്ടുള്ളൂ. പക്ഷെ ഐ ഡോണ്ട് ഗിവ് എ ഡാം. എന്താണ് ഈ ബോഡി ഷെയ്മിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി സോഫ്റ്റ് ആയിരുന്നു. മനസ്സിലായേ? മനുഷ്യർ ഒരുപാട് സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റാണ് നമ്മൾ. സഹാനുഭൂതിയും കരുണയും ദയയും ഒക്കെയുള്ള മനുഷ്യരായിരിക്കണം. പക്ഷെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് തകർന്നടിഞ്ഞു പോകാനുള്ള ആളുകളായിരിക്കേ ചെയ്യരുത്. ആണ് ആടെ കാണാൻ കൊള്ളില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി നടത്തി മുമ്പോട്ട് പോയിക്കോണം. അത്രേ ഉള്ളൂ. എന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ വരുന്ന സാധനം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഐ ഡോണ്ട് ഗിവ് എ ഡാം. ഞാൻ ആലോചിക്കുന്നത് എവിടെയോ ഏതോ ഒരാൾ 100 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ട് ഇരുന്ന് എന്നെ കണ്ടപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലാണ്. എൻ്റെ കോല ഇങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എതിരെ നിൽക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒന്ന്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം അതിനെ ഭയക്കുന്നില്ല, കമൻസിനെ ഭയക്കുന്നില്ലെങ്കിൽ 6 വർഷം മുമ്പ് എന്തിനാണ് സാബുമോൻ പ്രത്യേക സാഹചര്യത്തിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രത്യേക സാഹചര്യമൊന്നുമില്ല. എൻ്റെ കൂടെയുള്ള മനുഷ്യരെല്ലാം കൂടെ പറഞ്ഞു. ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഹൃദയം കൊണ്ടെടുത്ത് വയ്ക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ പറഞ്ഞ് എൻ്റെ പൊന്നെണ്ണ നിങ്ങൾ ഇനി ഈ സാധനത്തിനകത്തോട്ട് ചെല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പാസ്വേഡെല്ലാം കൊണ്ട് എടുത്തതെന്ന് പറഞ്ഞ് പാസ്വേഡെല്ലാം വാങ്ങിച്ച് അവർ കൊണ്ടുപോയി. അത് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, എൻ്റെ കയ്യിൽ പാസ്വേഡ് ഇല്ല, എനിക്ക് പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ദുബായിലിരിക്കുന്ന ഒരു പയ്യനാണ്, അതിലെന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവൻ എടുത്തു വെച്ചിടും. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ്. അതിനകത്ത് ഞാനില്ല. ആ കാർത്തിക് സൂര്യ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 700 ചിട്ടം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആ കാർത്തിക് സൂര്യ എടുത്ത് വെച്ച് പോസ്റ്റ് ഇട്ട് അവൻ്റെ അക്കൗണ്ട് ക്ലബ് ചെയ്ത പേരുണ്ട് 10,000 പേര് ഇപ്പം അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്തൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിടുകയോ എൻ്റെ പേഴ്സണൽ മൊമെന്റ്സ് ഷെയർ ചെയ്യുകയൊന്നും ചെയ്യുന്ന ഒരാളല്ല. കാരണം ഞാൻ എന്നെ സ്വയം വിൽക്കില്ല, എൻ്റെ ലൈഫ് ഞാൻ വിൽക്കത്തില്ല. ഈ ലൈഫ് വേറൊരു തലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ആളുകളും എൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് ആ ലൈഫ് ഭയങ്കര രസമാണ്. ഈ ലൈഫിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പറയും, ഞാൻ കുറെ കാര്യമൊക്കെ പറയുന്നത്. അത് അവർ ബ്ലോക്ക് ചെയ്തോളാം. അല്ല, അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എന്തുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് അല്ല, അതുണ്ട്. ആ പാസ്വേഡ് എവിടെയോ ഉണ്ട്. എന്താ ഇതിനകത്തൊരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ? ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. ഭയങ്കര നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അക്കൗണ്ടാണ് ഇപ്പം എൻ്റെ ഫോണിനകത്തുള്ളത്. അവൻ പിന്നെ ഈ പഞ്ചായത്തിൽ ഇല്ലാത്തൊരു കക്ഷിയാണ്, പക്ഷെ അവന് അക്കൗണ്ടുണ്ട്. അപ്പം എൻ്റെ ഫോണുകളെല്ലാം അവനാണ് തരുന്നത്. അപ്പോൾ അവൻ ഇതങ്ങ് വാങ്ങിക്കും ഈ വരുമ്പം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് എൻ്റെയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ അക്കൗണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോയില്ല. എന്താണ് നടക്കുന്നതെന്ന് ഇടയ്ക്ക് പോയി നോക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ലോകമാണ്. ഇത്രയും നെഗറ്റിവിറ്റി മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ചിലപ്പം അവരുടെ തൊഴിലിടത്തിലെ ഫ്രസ്ട്രേഷനും സാധനവും ഒക്കെ ആരുടെയെങ്കിലും നെഞ്ചത്ത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്
കൂട്ടുകാർക്കിടയിലുള്ള ബോഡി ഷേമിങ് അത് പിന്നെ കുറച്ചുകൂടി നോർമലാണെന്നുള്ളത് അത് ഒരു കണ്ടീഷൻ ചെയ്യല്ലേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ. നമ്മൾ അവർക്ക് ബോധം പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ആക്ച്വലി നമ്മൾ ഒരു വരുന്ന ജനറേഷനെ പ്രിപ്പയർ ചെയ്യുന്ന ഉത്തരവാദിത്തം കൂടിയുള്ള ആളുകളല്ലേ. ആദ്യ പുരാതന കാലം തൊട്ടേ മനുഷ്യരിങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നൊരു പരിപാടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്ന്. ആ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പിറകിൽ കുറേ കോർപ്പറേറ്റ് സംഭവങ്ങളും തിയറീസും പരിപാടിയൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ എൻ്റെ മക്കളിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ജെൻഡറിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് സയൻറ്റിഫിക്കലി ബയോളജിക്കലി 2 ജെൻഡറേ ഉള്ളേ, പിന്നെയുള്ളത് അനോമലീസാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആണ് സോഷ്യൽ കണ്ടീഷനിങ് വേറെയാണ്, സയൻറ്റിഫിക് ഫാക്ട്സ് വേറെയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ അത് വളരെ ഫാക്ച്വലി പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന ഒരാളാണ്. അല്ല, എനിക്കതൊരു ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ഈ LGBTQ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ കാരണം സ്വഭാവം മാറിപ്പോകുന്നവർ, അവരെയൊക്കെ നമ്മളിപ്പോൾ ഏത് ഗണത്തിൽപ്പെടുത്തും? ഒരു വിഷയവുമില്ല, അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ്സ് എയർ പ്രോബ്ലം. അത് അവരുടേത്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സന്തോഷങ്ങൾ. അവരും നമ്മളുടെ കൂടെയുള്ള മനുഷ്യജീവികൾ തന്നെയാണ്, അവരെ അംഗീകരിക്കണം. ബട്ട് ബയോളജിക്കലി 2 ജെൻഡേഴ്സേ ഉള്ളൂ. ദാറ്റ് സയൻസ്. ഓക്കെ, XXും XYയും. മനസ്സിലായോ? ആ സയൻറ്റിഫിക് നോളജിൽ ഉറച്ച് നിന്നുകൊണ്ട് വേണം ഇവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ആരെയും തള്ളിക്കളയരുത്. പക്ഷേ സയൻറ്റിഫിക് ഫാക്ട്സിനെ നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് ആ മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്, അവരെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മറ്റേ ഷോ ഓഫിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ന്യൂ ട്രെൻഡാണ്, ആ പരിപാടി ചെയ്യരുത്. അങ്ങനെ ട്രെൻഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതല്ല ചെയ്യേണ്ടത്. ഈ മഴവിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷനോട് കൂടി ചേർക്കുന്നത് എന്താ സംഭവം? ഇപ്പം LGBTQ+ ഒരു സിമ്പിളായി അറിയപ്പെടുന്നത് റെയിൻബോ ആണല്ലോ. എല്ലാ സ്പെക്ട്രത്തിലുമുള്ള ജെൻഡറുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലൊക്കെ തന്നെ ഈ മഴവിൽ എന്ന് പറയുന്ന ഐക്കൺ പ്ലേസ് ചെയ്യുന്ന എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൻ്റെ സംഭവം മഴവില്ല് ഈ സാധനം ഒന്നും ആക്ച്വലി ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അങ്ങനെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ വുമൺ എന്നൊരു പുരുഷൻ, ഐ മീൻ സ്ത്രീയായിട്ട് ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു പുരുഷ ജെൻഡർ പറയുന്ന പോലത്തെ ട്രെൻഡ് രൂപീകരിക്കപ്പെടുന്നത് സാബുമാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ക്യാറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യരുണ്ട്, മനസ്സിലായോ? ഞാൻ റെപ്റ്റൈലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യരുണ്ട് ലോകത്ത്, മനസ്സിലായോ? റെപ്റ്റൈലാകാൻ വേണ്ടിയിട്ട് സ്വയം റെപ്റ്റൈലാകാൻ കംപ്ലീറ്റ് ടാറ്റു ചെയ്ത് നാക്കിനെ 2ആയിട്ട് മുറിച്ച് പിന്നെ പാമ്പിൻ്റെ പോലെ നാക്കാക്കിയിട്ട് ഐ എം എ റെപ്റ്റൈൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അയാൾ ഒരു മനുഷ്യനെന്നല്ല, നമ്മൾ അയാളോട് സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ആ മനുഷ്യൻ എന്താണ് എന്നുള്ളത്. നമ്മൾ കാഴ്ചയും പിന്നെ സോഷ്യൽ മീഡിയയിൽ സാധനം ഒന്നും വെച്ച് മനുഷ്യരെ ജഡ്ജ് ചെയ്യരുത്. മനുഷ്യരെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബേസിക്കലി ഹോമോസാപ്പിയൻസ് ആണ്, മനസ്സിലായോ? എന്നോട് ഒരാൾ വന്ന് പൂച്ചയാണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷേ ഹോമോസാപ്പിയൻസിൻ്റെ ഇത് വരുമ്പോൾ ഞാൻ സയൻറ്റിഫിക്കലി ഞാൻ എൻ്റെ മക്കൾക്കും എനിക്കറിയാവുന്ന മനുഷ്യർക്കും എനിക്കറിയാവുന്ന കുട്ടികൾക്കും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും 2 ഉള്ള XX XY. ബാക്കിയുള്ളത് അനോമലീസ് ഹാപ്പൻസ്, ഇറ്റ്സ് ദെയർ. പക്ഷേ ഈ പറഞ്ഞ റെപ്റ്റൈലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത മനുഷ്യരോട് എനിക്ക് യാതൊരു വൈരാഗ്യമോ പിന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൽ വിഷയമോ അൺടച്ചബിലിറ്റിയോ ഒന്നുമില്ല. പക്ഷെ ഇതൊരു ട്രെൻഡാണ്, ഇതൊരു ഫാഷനാണ്, ഇതൊരു ന്യൂ പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന സാധനത്തിനകത്ത് ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. 3 പ്രാവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ള പാരലൽ വേൾഡ് എന്ന് പറഞ്ഞു. എന്താ സോഷ്യൽ മീഡിയ പാരലൽ വേൾഡ് ആവുന്നത്? കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ ഡിഫറെൻ്റ് ആണ്. കാരണം റിയൽ ലൈഫുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. കാരണം എനിക്ക് ഒരുപാട് ലൈഫ് ത്രെറ്റനിങ് സാധനങ്ങളൊക്കെ വരാറുണ്ട്. നീ എവിടെ ഉണ്ട്, നിന്നെ കൊന്നുകളയും, വീട്ടിൽ കയറി അടിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഇപ്പോഴല്ല, ലോങ് ബാക്ക്. ലോങ് ബാക്ക്. അപ്പോൾ അന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കായിരുന്നു, അങ്ങനെയാണ് എൻ്റെ വീട് ഇവിടെയാണ്, നിങ്ങൾ വാ എന്ന്. പക്ഷെ അവരാരും വരുന്നില്ല. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ മാറ്റർ. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ച് വരണ്ടേ, അവർ വരുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുന്നില്ല. പക്ഷെ ഇവർ തെറി വിളിച്ച് ഓടികളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സാധനം ഒരു 6 വർഷം മുമ്പ് എൻ്റെ വീട്ടുകാരും എനിക്ക് ഹൃദയം കൊണ്ടെടുത്ത മനുഷ്യരെല്ലാം കൂടെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി കളഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തോന്നുന്ന സമയത്ത് എൻ്റെ സർക്കിളിനകത്ത് ഞാൻ പറയും. അപ്പോൾ അവർ പറഞ്ഞു, ചുമ്മാ ഇല്ലടാ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാതെ എന്ന് പറയും. അത് ഞങ്ങൾക്കകത്തങ്ങ് മെർജായി പോകും. അത് കഴിഞ്ഞു. ഈ പ്രാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു സാബു മോനുണ്ടല്ലോ, ഇപ്പോൾ സുരാജിന്റെ കല്യാണത്തിന് പോയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം അത് പ്രാങ്സ്റ്റർ അല്ല, അത് നമ്മൾ പറയത്തില്ല, നമ്മുടെ കൂട്ടത്തിനകത്ത് ഒരു അലമ്പനൊരുത്തം കാണുമല്ലോ, അതാണ് ഞാൻ. അതിപ്പോഴും ഉണ്ട് അതേ ഇതാണ്. എനിക്ക് 23 വയസ്സേ ആയിട്ടുള്ളൂ. 23ാമത്തെ വയസ്സിൽ തലച്ചോറ് ബ്രെയിൻ സ്റ്റക്കായിപ്പോൾ ഒരാളാണ് ഞാൻ. തലച്ചോറ് സ്റ്റക്കായിപ്പോയി അവിടെ, അതിൽ നിന്ന് വളർന്നില്ല. ഇപ്പോഴും ഒരു സുഹൃത്ത് വലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തനെടുത്ത് കളിയാക്കി അയറി കയറ്റി ആനന്ദം കണ്ടെത്തുന്ന സംഭവം ഇപ്പോഴും ഉണ്ട്. ഞാനല്ല ആനന്ദം കണ്ടെത്തുന്നത്, ബാക്കിയുള്ളവരാണ് ഞാൻ കൊടുക്കുന്നതിനകത്ത്. പിന്നെ എനിക്കിപ്പം 2 മക്കളുണ്ട്. അപ്പം ആസ് എ പാരൻറ്റ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവരെ നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായേ? അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ ഓരോന്നിങ്ങനെ പറയും, എനിക്ക് ഇന്നത് വേണം എന്ന് പറയും, അവരത് ചെയ്തു തരും. കാരണം അവർക്കാണ് എൻ്റെ ഉത്തരവാദിത്വം വേണ്ടത്. ഒരു സുഖലോലിപനാണ്. തീർച്ചയായും. ഞാൻ വീട്ടിൽ വന്നതേ ഉള്ളൂ. വന്നുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, എനിക്ക് താഴെ കൊണ്ടുവന്നത് കൊടുക്കാം. പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ സ്കൂൾ വിട്ട് പിള്ളേർ വന്നിട്ട് അവർ സ്കൂൾ വിട്ട് വന്ന് കയറിയോണ്ട് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് കൊണ്ട് അയൺ ചെയ്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞ് അതുങ്ങൾ അതുവഴി ഓടി അത് കൊണ്ട് അയൺ ചെയ്തു വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാക്സ് വേണം, താഴത്തെ ബേക്കറിയിൽ ചെന്ന് സ്നാക്സിന് അതും വാങ്ങിച്ചുകൊണ്ട് തന്നു. എന്നിട്ട് അവർ ചോദിച്ചു, ഫുഡ് വേണമെന്ന്. ഞാൻ ഫുഡ് വേണ്ട പറയാം. അവർ പക്ഷെ എന്തെങ്കിലും കഴിച്ചാണ് ക്യാൻറ്റീനിൽ നിന്ന്. ഇതൊരു ഇപ്പോൾ പാരൻ്റായി, 2 കുട്ടികളുടെ അച്ഛനായി. 40 കഴിഞ്ഞു. ഇല്ല, 23. അല്ല, റെക്കോർഡിങ്ങിൽ 40 കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും ഇല്ല, മാറ്ററല്ല. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടൊരു മനുഷ്യനാണ്. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ സുഹൃത്ത് വലയവും എൻ്റെ കുടുംബവും എല്ലാം ഞാൻ സന്തോഷമായിട്ട് പോകുന്നതിനകത്ത് കാണുന്നത് അവർക്ക് സന്തോഷമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ തന്നെ നിൽക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമയിലേക്ക് ആളെ എടുക്കുന്നൊരു പരസ്യം നിങ്ങൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ കുറേ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് അതിലൊരുത്തൻ്റെ ഫോട്ടോ, ഇവന് കാമുകയില്ല, ഇവന് അവൻ കല്യാണം കഴിച്ച് അവളോട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതെ, അങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്തൊരു സാബു ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമാ താരമായി, റിയാലിറ്റി ഷോ ജഡ്ജാണ്, ബിഗ് ബോസ് വിന്നറാണ്. ഇപ്പോഴും അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ ധൈര്യമുള്ള ഒരു സാബു ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. പിന്നെ ഇപ്പോഴും കൊടുക്കുമല്ലോ പണി പലർക്കും. പേരുകൾ വെളിപ്പെടുത്താതെ ഒരെണ്ണം പറയാം. ഇല്ല, വേണ്ട. ആണ് അത് നമ്മുടെ ഫ്രണ്ട്സ് വലയത്തിനകത്ത് തെറിവിളി വീഴും. അതുകൊണ്ട് അതങ്ങനെ ഇത് അല്ലാതെ ലൈഫിൽ എന്ത് രസമെന്ന് സുഹൃത്തുക്കൾ കൂടുമ്പോൾ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു പല പൊസിഷൻസിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞോ, അവൻ കമ്മീഷണറാണ്, അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കാമെന്ന്. മരണമാണ് ഫ്രണ്ടിൽ വന്ന് വീഴുന്നതിൻ്റെ അന്ന്. ദീർഘനേരമുള്ള ഈ ഒരു സംഭാഷണം, ഒരുപാട് നന്ദിയുണ്ട് അതിന്. സന്തോഷം. ഇനിയും പുതിയ ഷോകൾ, വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ കൂടി ശോഭിക്കാൻ സാധിക്കട്ടെ. ഒരു പ്ലാനുമില്ലാത്ത ഈ ഒരു ജീവിത രീതി ഉണ്ടല്ലോ, അതും തുടരാൻ പറ്റട്ടെ. അത് തുടർന്നാൽ മാത്രമേ നമ്മുടെ തലച്ചോറിനകത്ത് എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര കണ്ടീഷൻഡായി പോകും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം.